ബ്രേക്കിംഗ്. ഈ വാർത്താ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഒരു ബ്രേക്കിംഗ് സൈറനോട് കൂടിയാണ്. നമുക്ക് നോക്കാം ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കൊപ്പം നിൽക്കുന്നത് സുനീഷ അയ്യല്ലൂരാണ്. കാര്യമായി എന്തോ തടഞ്ഞിട്ടുണ്ട്. രാവിലെ ബ്രേക്കിംഗുമായി സുനീഷ നിൽക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് സുനീഷ. ഈ സൈറൻ കേൾക്കുന്നത് തന്നെ ഈ വാർത്താമുറിയെ സംബന്ധിച്ച് ഒരു ഐശ്വര്യമാണ്. അപ്പോൾ രാവിലെ സുനീഷയുടെ ബ്രേക്കിംഗോടുകൂടി ഐശ്വര്യത്തോടു കൂടി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എന്താണ് സുനീഷ കയ്യിലുള്ളത്? അരുൺ, ഒരുപക്ഷെ നമ്മൾ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം. ആ വിഷയത്തിൽ ഏതായാലും നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതെ അരുൺ, അത് തന്നെ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ 2ാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്ത് അതിന്റെ വഴിക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്നതാണ്. കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറോട് നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതായത് എന്താണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം അനസ് പറഞ്ഞതുപോലെ 4 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു, അവഹേളിക്കുന്ന തരത്തിലേക്ക് സംസാരിച്ചു എന്നതായിരുന്നു പരാതിയായി പറഞ്ഞിരിക്കുന്നത്. പിന്നാലെ തന്നെ കന്റോൺമെന്റ് പോലീസ് കേസ് FIR ഇട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു നടപടിയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ കോളേജിന് പരാതി നൽകിയെങ്കിലും ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിലേക്കോ കാര്യങ്ങൾ പോയിരുന്നില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതായാലും നിലവിൽ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രധാനമായും എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഈ മർദ്ദനത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകാനാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നതാണ് മന്ത്രിയുടെ നിർദ്ദേശമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ എന്നുള്ളത് അടക്കമുള്ളത് അന്വേഷിച്ചുകൊണ്ട് കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അരുൺ, അനസിപ്പോൾ കോളേജിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വിളിച്ചപ്പോഴും സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ 4 വിദ്യാർത്ഥികൾ അവരിപ്പോൾ കോളേജിലില്ല എന്നതാണ്. പോലീസിനോട് ചോദിക്കുമ്പോഴും പറയുന്നത് അവർ ഒളിവിലാണ്, അതുകൊണ്ട് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. കോളേജിലേക്ക് അവർ വരാറില്ല. വീട്ടിലും അന്വേഷിച്ചു, ഒരു കോളേജിലും വീട്ടിലും ഒക്കെ ഒരു പരിശോധന നടത്തിയിരുന്നു, പക്ഷേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കോളേജിൽ നിന്നും മറ്റൊരു ബുദ്ധിമുട്ടുകളില്ല എന്നതാണ് അനസ് സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു ദിവസമായി കോളേജിൽ പോകാറുണ്ടായിരുന്നു, പക്ഷേ നിലവിൽ ഒരുപക്ഷെ വാർത്തകളായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതുകൊണ്ടുള്ള ഭയമാണോ എന്നതറിയില്ല. അതും ഇപ്പോഴും പറയുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനത്തിലേക്കോ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലേക്കോ പോകുമോ എന്നൊരു ഭയം കൂടി അനസ് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏതായാലും മറ്റു ബുദ്ധിമുട്ടുകളില്ല എന്നത് തന്നെയാണ് അനസ് അറിയിക്കുന്നത്. അരുൺ, ഓക്കെ. സുനിഷ എന്തോ അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ വന്നു, അതെന്താണാവോ? അല്ല അരുൺ, ഇത് വിഷയം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, പക്ഷേ പോലീസിൻ്റെ അന്വേഷണം എങ്ങോട്ടും എത്തിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കേസൊക്കെ FIR ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കേസാണ്, പക്ഷേ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ആശ്രയമയത്ത്, അതായത് ഈ മർദ്ദനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പരാതി ഇട്ടതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ ഇവർ കോളേജിൽ എത്താറുണ്ടായിരുന്നു എന്നതാണ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് അറിയുന്നത്. പക്ഷേ അന്നൊന്നും തന്നെ ഈ പോലീസ് നടപടിയിലേക്ക് കടന്നിരുന്നില്ല. ഒരു പിടികൂടാനുള്ളൊരു മടി പോലെയുള്ളൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കന്റോൺമെന്റ് പോലീസിന് കേസെടുക്കാൻ വലിയ മടിയാണ്. അത് പ്രത്യേകിച്ച് ഇടത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നതായിട്ട് പോലും പോലീസുകാർ ആദ്യം ഗൗനിക്കത്തില്ല. പരാതിയൊന്നും കൊടുത്താൽ കാര്യമായ അന്വേഷണവും ഉണ്ടാവില്ല. ഇനി അത് വലിയ കേസായി, വലിയ കൂട്ടമായി ചർച്ചയായി പരമാവധി ആ വാർത്ത എങ്ങനെ വഷളായി തീരുന്നോ, പരമാവധി പാർട്ടിക്കും സംഘടനകൾക്കും ഒക്കെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നോ ആ ഘട്ടം വരെയും പോലീസ് ഇങ്ങനെ നോക്കിയിരിക്കും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുക. അതിന് കത്തിക്കുത്ത് കേസാണെങ്കിലും ശരി, PSC ചോദ്യപേപ്പർ ചോർച്ചയാണെങ്കിലും ശരി, ഈ പണ്ടൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രനേഡുകൾ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. തലസ്ഥാനത്തെ സംഘർഷം എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാമറയും കൂടി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലോട്ടും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഉള്ളിലോട്ടും ഫോക്കസ് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ യൂണിവേഴ്സിറ്റി കോളേജ് ഒരുപാട് മാറി. NIRFിൻ്റെയൊക്കെ പട്ടികയിൽ ഇടം പിടിച്ചു. വലിയ അക്കാദമിക് അന്തരീക്ഷം അവിടെ ഒരുങ്ങി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാർ കോളേജ് യൂണിവേഴ്സിറ്റി കോളേജാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും പറയിപ്പിക്കാൻ വേണ്ടി കുറേ മനുഷ്യരുണ്ടാവുമല്ലോ. ഇതേപോലെ ഭിന്നശേഷിക്കാരനായ ഒരു സുഹൃത്തിനെ
അതും SFI അനുകൂല നിലപാടെടുത്തിരുന്ന SFI മെമ്പർ കൂടിയായ അവിടുത്തെ എനിക്ക് തോന്നുന്നു ആ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവായ അനസിനെയാണ് SFI വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചതും അവഹേളിച്ചതും എന്നുള്ളതാണ് പരാതി. അപ്പോൾ ആ വാർത്തയിൽ ഇനി കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, അതേപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. എന്താണല്ലേ നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയിലെ കുറേ പിള്ളേർക്ക് ഈ ലൈസൻസ് കൊടുത്തിരിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത്.